ഞാനിന്ന് മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്നത്. മാംഗോ പുഡിംഗോ? ആ, മാംഗോ പുഡിംഗ്. അപ്പൊ നമുക്കിനി മാംഗോ പുഡിംഗ് കഴിക്കാം. മാംഗോ ആദ്യം മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് പാല്, 1 കപ്പ് മാംഗോ പൾപ്പ്, 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ, 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പഞ്ചസാര. നമുക്ക് ആദ്യം പാല് പാത്രത്തിലേക്ക് ഒഴിക്കാം. പാല് തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് അതിലേക്ക് തന്നെ മാംഗോ പൾപ്പും ഇടാം. ഒരു ബൗളിലേക്ക് നമുക്ക് കസ്റ്റർഡും കോൺഫ്ലോറും ഒഴിച്ച് 1 കപ്പ് പാലും ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് പാലും മാംഗോ പൾപ്പുള്ളതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കസ്റ്റർഡും കോൺഫ്ലോറും പാലിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് പാലും പഞ്ചസാരയും മാംഗോവും ഉള്ളത് മിക്സ് നല്ലപോലെ തിളപ്പിക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കസ്റ്റർഡും കോൺഫ്ലോറും ഉള്ളത് ഒഴിക്കാം. പാലിപ്പോൾ തിളച്ച് വരണുണ്ട്. നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചാൽ പിന്നെ ഒട്ടും കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് കരിയും. അപ്പോൾ കരിയാണ്ടിരിക്കാനായിട്ട് നമുക്കത് നല്ലപോലെ ഇളക്കണം. ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് ഇളക്കുമ്പോഴേക്കും അത് നല്ലോണം കട്ടിയായി തുടങ്ങും. അപ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൂൾ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് മാംഗോ പീസസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഓരോ മാംഗോ പീസസും കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. മാംഗോ പീസസും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുഡിങ് വെച്ചിട്ട് 2 മണിക്കൂറായി. നമുക്കിപ്പോൾ അത് സെറ്റായോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ പുഡിങ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുവരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം.